ഒരാൾ ആത്മഹത്യ ചെയ്തു. സൂയിസൈഡ് ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു കോൺസിക്വൻസ് ആണ്. അതായത് നമുക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ ഹാർട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും. നമുക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ കിഡ്നി ചികിത്സിച്ചില്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ വരും. പക്ഷെ സൂയിസൈഡിന് മാത്രം വളരെയധികം സ്റ്റിഗ്മയാണ് സൊസൈറ്റി കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ അയാളുടെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ളൊരു ഫാക്ടറും ഉണ്ട്, അയാളുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറും ഉണ്ട്, അയാളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ചില ചേഞ്ചും ഉണ്ട്, അയാൾക്ക് സൂയിസൈഡൽ സിംറ്റം വന്ന് അയാൾ സൂയിസൈഡ് ചെയ്താൽ അത് ചില റിലീജിയൻസ് അതൊരു തെറ്റായിട്ട് കൺസിഡർ ചെയ്യും. ചില സൊസൈറ്റിയുടെ നോംസ് അനുസരിച്ച് അയാൾ ഒരു തൻ്റെടം ഇല്ലാത്ത ആളായതുകൊണ്ട് അയാൾ സൂയിസൈഡ് ചെയ്യും എന്ന് പറയും. ഇൻഫാക്ട് തെറപ്പിസ്റ്റിനെ കാണണം എന്ന് പറയുമ്പോൾ തന്നെ തെറപ്പിസ്റ്റിനെ കാണാൻ മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല, നിനക്ക് എന്താ പ്രാന്തുണ്ടോ. അതുപോലെ നമ്മളിപ്പോൾ ഇന്നലെ ഉണ്ടായൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മെഡിസിൻസ് ആൻറ്റി ഡിപ്രസൻസ് മേടിക്കണം എന്ന് പറയുമ്പോൾ അവർ ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഏതോ ഒരു സ്റ്റോറിലുള്ള ഒരാൾ ഇതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നാലും ഇതൊക്കെ കഴിക്കണോ എന്നൊക്കെയുള്ളൊരു രീതിയിൽ തരില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ ഇതൊക്കെ കഴിക്കണോ വേണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഭയങ്കര സ്റ്റിഗ്മയൊക്കെയുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞാലും സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞാലും ഒരു ചികിത്സയ്ക്ക് പോകുന്നു എന്നുള്ളതിലപ്പുറം എന്തോ തെറ്റ് ചെയ്യുന്ന പോലെയാണ് സൊസൈറ്റി കാണുന്നത്. അപ്പോൾ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഓൺ എ ഡെയിലി ബേസിസ് സ്വയം ഓക്കെയാണോ കൂടെയുള്ള ഒരാൾ ഓക്കെയാണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രി വെൽനസ് പ്ലേസ്.